ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റ് 6 മണിയാകുമ്പോൾ എണീറ്റിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ വന്ന് ഫ്രിഡ്ജിനകത്തുള്ള മാവൊക്കെ പുറത്തെടുത്ത് വെച്ചു. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നോക്കി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ. ഇന്നിപ്പോൾ മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇന്ന് ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ചട്നിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ചട്നിയൊന്നും ഉണ്ടാക്കി ഇവിടെ ചിലവാകുന്നില്ല. കാരണം വായിക്കൊന്നും പിടിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണല്ലോ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതെല്ലാം ഉണ്ടാക്കി വെച്ചു. പിന്നെ ചാരുമോൾ സ്കൂളിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവളിപ്പോൾ രാവിലെ 7 മണിയാകുമ്പോൾ പോകുമല്ലോ. അപ്പോൾ അവൾക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചു. ഇതിപ്പോൾ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കാനായിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഏട്ടാ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോസൊന്നും എടുക്കുന്നത് ആൾ കാണുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. പിന്നെ ചാരുമോൾ കഴിച്ചിട്ട് അവൾ പോയിട്ടുണ്ട്. അവളുടെ സമയമായപ്പോൾ അവൾ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ചിട്ടിക്കുട്ടിക്ക് ചോറ് കൊണ്ടുപോകാനുള്ള ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് സോയാബീൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കത് പറ്റിയില്ല കേട്ടോ. ഇന്നലെ കല്യാണത്തിനൊക്കെ പോകുന്ന തിരക്കിൽ എനിക്കത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ എന്നാൽ പിന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ദിവസമായിട്ട് പിള്ളേരിങ്ങനെ കഞ്ഞി മാത്രമാണല്ലോ കുടിക്കുന്നത്. കഞ്ഞിയും വല്ല എന്തെങ്കിലും രാവിലെ പലഹാരം, ബാക്കിയുള്ള നേരമൊക്കെ കഞ്ഞി, ചോറ് എന്ന പോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് ടൊമാറ്റോ റൈസ് പോലെ അല്ലെങ്കിൽ ബിരിയാണി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു ചെറിയൊരു സവാളയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും നമ്മുടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചതും തക്കാളിയും പിന്നെ സോയാബീൻ ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് നല്ലോണം കഴുകി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിക്കുകയാണ്. നമ്മുടെ കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം ഒന്ന് ഇട്ട് മൂപ്പിക്കുക. പിന്നെ മസാലപ്പൊടികൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിപ്പോൾ കുറച്ച് തൈര് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലോണം അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സോയാബീനൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത് ഞാൻ മുന്നും കുറേയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നല്ല എടുത്ത് കാണിക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെറുതെ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഉച്ചയ്ക്ക് ഇതുപോലെ കൊണ്ടുപോകാനൊക്കെ നല്ല ഇഷ്ടമാവും. ഇവിടെ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി കൊടുത്താൽ അവർ സുഖമായിട്ട് കഴിച്ചോളും. അപ്പോൾ എന്തായാലും അതൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അരി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ പച്ചരിയാണ് കേട്ടോ. പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വയ്ക്കുക കേട്ടോ. ഒരു 2 വിസിൽ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് കുറഞ്ഞ തീയിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ അങ്ങോട്ട് വെച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് അതൊന്നും നല്ല കുഴഞ്ഞു പോകാണ്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 3-4 വിസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടി കരിഞ്ഞു പോകും. കാരണം വലിയ സ്റ്റൗവിലല്ലേ വെക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് കരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ 3-ാമത്തെ വിസിൽ അടുപ്പിച്ചില്ല. കുറച്ച് നേരം സിമ്മിൽ വെച്ചിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ നല്ലവണ്ണം ചോറൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഗ്രീൻ പീസ് ഒന്നും കുതിർക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നമ്മൾ ഉള്ളി സലാഡ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. മാസ്ക് എന്തിനിട്ടിരിക്കുന്നു? മരുന്ന് കഴിക്കുന്ന കുപ്പി മരുന്ന് അവർ വന്നിട്ടില്ലല്ലോ. റോസി കൊരയോ കൊര മഹേന്ദ്രേട്ടനെ ഞാൻ ഹമേന്ദ്രേട്ടൻ അയാളുടെ പേരൊന്നും കിട്ടില്ല. അവരൊക്കെ മാർവാടികളാണ്. അതുകൊണ്ടാണ് പേര്. മാർവാടികളോ? മാർവാടികളും ഉണ്ടോ നിങ്ങളുടെ സ്കൂളിൽ? അങ്ങനെ അടുത്ത ആളും കൂടെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ പോയിട്ടുണ്ട്.
ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ കുറേ തുണികളൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റും ഒക്കെ രാവിലെ തന്നെ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം വെയിലാകുമ്പോൾ തന്നെ വേഗം തന്നെ കഴുകിയിട്ടില്ലെങ്കിൽ ബ്ലാങ്കറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ അത് വേഗം അങ്ങോട്ട് കഴുകിയിടാമെന്ന് വിചാരിച്ചു. ഒരു 9:30 ആകുമ്പോൾ തന്നെ തുണി കഴുകാനായിട്ട് നിന്നു കേട്ടോ. ഇന്നിപ്പോൾ നേരത്തെ കഴുകിയിട്ട് വെച്ചതെല്ലാം വെടിച്ച് കിട്ടണം. അങ്ങനെ ബെഡ്ഷീറ്റും കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ബെഡ്ഷീറ്റ് വലിയ ബെഡ്ഷീറ്റൊക്കെ അലക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ എപ്പോഴും വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്നത് കേട്ടോ. ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ അതൊന്ന് വേണമെന്ന് ആഗ്രഹിക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇതും പോകും കേട്ടോ. അപ്പോൾ എന്തായാലും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനത്തെ എല്ലാം ഈസി ആയിട്ട് തന്നെ അലക്കാനും പിടിക്കാനും മഴക്കാലത്തൊക്കെ നല്ല സുഖമാണ് അല്ലേ വാഷിംഗ് മെഷീൻ. വാങ്ങിക്കണം എന്നൊക്കെ പല പ്രാവശ്യം വിചാരിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ വാങ്ങിച്ചാലോ എന്നൊക്കെ നോക്കും. പക്ഷേ എന്തോ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അതിന് മുടക്കം വരികയാണ്. അപ്പോൾ ഇനിയൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങിക്കണം. എന്തായാലും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുകയല്ലേ. ആര് ആ അവർക്ക് പാടത്ത് ശരി. അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞ ഉരുളിമണ്ടിയില്ലേ മീൻചട്ടി ആ ഒന്ന് മതി. ഇത്തിരി വലുത് കൊണ്ടുവരും കേട്ടോ. ഇത്തിരി വട്ടത്തിലുള്ളത് കൊണ്ടുവരും. കുടുക്കച്ചട്ടിയിൽ മീൻ വെക്കുമ്പോൾ പൊട്ടുന്നു, മീനൊക്കെ ഉടഞ്ഞു പോകും. അങ്ങനെ മൺചട്ടി വിൽക്കാൻ വരുന്ന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ചട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ കുടുക്കച്ചട്ടിയാണ്. ഞാൻ കുറച്ചിങ്ങനെ എന്താണ് ഉരുളി പോലത്തെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിലുള്ള ആ ഒരു മീൻചട്ടി ഉണ്ടല്ലോ അത് നടുഭാഗം അങ്ങനെ ചിന്നിയിട്ട് നമ്മുടെ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ താഴെ പോവാണ്. അപ്പോൾ അതുകൊണ്ട് മീൻചട്ടി ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുടുക്കച്ചട്ടി വെറുതെ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ അവർ പോയി. പിന്നെ ഇതാ പയറൊക്കെ ഒന്ന് വന്ന് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഈ പയർ വള്ളിയൊക്കെ ഒന്ന് വലിച്ച് കളയാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ കായൊന്നും ഉണ്ടാവില്ല. കായൊക്കെ മാറിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ വലുതായിട്ട് കായ്ക്കൊന്നുമില്ല, പൂവും ഒന്നും കാണാനില്ല. അപ്പം ഞാൻ ഉള്ള പയറൊക്കെ ഒന്ന് വലിച്ചെടുക്കുകയാണ് കേട്ടോ. ബാക്കി ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് വലിച്ച് അതങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് തന്നെ കുറച്ച് ഇങ്ങനെ കൂപ്പ് കൂട്ടാമെന്ന് വിചാരിച്ചു. അതായത് പാത്തി എടുത്ത് വിടാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടെ വിത്ത് ഉണ്ട് കേട്ടോ. പഴയ വിത്ത് തന്നെ ഉണ്ട്. നമുക്ക് കുത്തിയിട്ട് നോക്കാം, വരുമോ എന്നൊന്നും അറിയില്ലല്ലോ. വന്നു വെച്ചാൽ നമുക്കിതുപോലെ 4 പ്രാവശ്യം വലിക്കാൻ കിട്ടിയാൽ അത്രയും ആയില്ലേ. അപ്പോൾ എന്തായാലും കുറേയൊക്കെ പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പിടിയോളം പയർ കിട്ടി. പിന്നെ ഇതാ നമ്മുടെ ചീനിമുളക് ഉണ്ടല്ലോ അതും കായിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് വലിച്ചു. നമ്മുടെ ഉപ്പേരിക്ക് നമ്മുടെ പയറുപ്പേരിക്ക് ചീനിമുളക് ഇട്ടിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് ഒരു 4-5 എണ്ണം പൊട്ടിച്ചു. അങ്ങനെ പയറും മുളകും ഒക്കെ പൊട്ടിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വെയിലായി, നല്ല വെയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് ഇന്നിപ്പോൾ പാത്തിയൊന്നും എടുക്കലൊന്നും നടക്കില്ല. കാരണം ഈ വെയിലത്ത് നിന്നിട്ട് നമ്മൾ പണിയെടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നീരിറങ്ങുക, പനി, ജലദോഷം പറഞ്ഞ പോലെയൊക്കെ ഓരോരുത്തർക്കും വന്ന് മാറി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്കും കൂടെ വയ്യാതായാൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പാത്തി എടുക്കണമൊന്നുമില്ല കേട്ടോ. അതിന് പാത്തിയൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് രാവിലെ നേരത്തെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ തണുപ്പോടെ അങ്ങനെ ചെയ്തു പോകാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പയർ കണ്ടപ്പോൾ പറിച്ചിട്ട് ഇനി അത് വലിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ചതായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വെയിലായില്ലേ. അപ്പോൾ എന്തായാലും ഞാൻ നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. നാളെയോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ വെയിലില്ലാത്ത സമയത്ത് പാത്തി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ വള്ളിയും കോലും പറഞ്ഞ പോലെ ഇത് കമ്പി വേലിയിൽ പടർത്തി വിട്ടത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിട്ട് നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. അതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റാനായിട്ട് നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കൊടുവാളൊക്കെ വെച്ച് അങ്ങനെ കുറേശ്ശെയൊക്കെ വെട്ടി വെട്ടി മാറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ കോലും വടിയൊക്കെ തറച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഊരി അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വെക്കുകയാണെങ്കിൽ ഈ കോൽ തന്നെ കുത്തി കൊടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വള്ളികളൊക്കെ അങ്ങോട്ട് ഒരു സൈഡിലേക്ക് ആക്കി വെക്കുകയാണ്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് തന്നെ തീയിട്ട് കളയാലോ എന്നും വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞാനിതാ നമ്മുടെ ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. പയർ വള്ളിയൊക്കെ ഒന്ന് വലിച്ച് കളഞ്ഞ് അവിടെയൊക്കെ ഒന്ന് അയർത്ത് വിടുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും വെയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താലുണ്ടാവും. ഇതിപ്പോൾ എല്ലാവരുടെയും കാനലും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞളും ഇതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ പച്ചക്കറികൾ കാര്യമായിട്ടുള്ള പച്ചക്കറികളൊന്നുമില്ല. ഈ ഭാഗത്ത് ഇങ്ങനെ വെയിൽ കിട്ടുന്നത് കൊണ്ട് ഒരു 3-4 മട നമ്മൾ പയർ വിത്ത്
ഇട്ടതാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർക്കാണ് പയർ തിന്ന് മടുത്തത് കേട്ടോ. എനിക്കങ്ങനെ മടുപ്പൊന്നുമില്ല. പയർ, കൂർക്ക, തുവര ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എത്ര ദിവസവും കഴിച്ചാലും നമുക്ക് അങ്ങോട്ട് ഒരു മടുപ്പും ഉണ്ടാവില്ല അല്ലേ. ഇവിടെ പിള്ളേർക്കാണെങ്കിൽ പയർ കഴിച്ച് മടുത്തു എന്നും പറഞ്ഞിട്ട് ഇപ്പം അവരൊന്നും കഴിക്കില്ല. ഞാനും ഏട്ടനും മാത്രം തന്നെയാണ് കേട്ടോ പയർ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കൽ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ അത് ആ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം വലിച്ചു മാറ്റി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് പിന്നെ കുളിക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ കുളിക്കണ മുമ്പ് ഇതെല്ലാം ചെയ്തു വെച്ചാൽ കുളിച്ചിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പണിക്ക് നിന്നത്. അപ്പോൾ എന്തായാലും അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ നമ്മുടെ പറിച്ച് വെച്ച പയറുണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചേ ഉള്ളൂ കേട്ടോ പയർ, അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്ന് കറി വെക്കുന്നത് കുമ്പളങ്ങയും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ ഇതുപോലെ ചോറും കറിയൊക്കെ റെഡി ആവണ്. ഇതുവരെയും കഞ്ഞിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അത് കുക്കറിനകത്ത് ചിലപ്പോൾ വെക്കും. അങ്ങനെ 2-3-4 ദിവസമായി അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ടിട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് അടുപ്പൊക്കെ കത്തിച്ച് ചോറൊക്കെ വെക്കുന്നുണ്ട്. അടുപ്പൊക്കെ കത്തിയപ്പോൾ ഭയങ്കര മനസ്സിനൊക്കെ എന്തോ ഒരു സന്തോഷം പോലെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ചോറൊക്കെ ആയിട്ടുണ്ട്. റേഷനരി ഇട്ടത് കൊണ്ട് തന്നെ വേഗം വെന്തിട്ടുണ്ട്. ചോറൊക്കെ ആയി. പിന്നെ കുക്കറിനകത്ത് പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൺചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുപ്പൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ അടുപ്പത്ത് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി നമ്മൾ ഗ്യാസിൽ തന്നെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ അടുപ്പത്ത് വെച്ച് ചോറും കറിയൊക്കെ കഴിക്കാനായിട്ടൊരു പൂതി തോന്നിയിട്ടാ. അങ്ങനെ നമ്മുടെ അടുപ്പത്ത് ചോറും കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വാർത്തെടുക്കണം. അപ്പോഴേക്കും ഇതാ അവിടെ ഒരാൾ കാപ്പി വേണം കാപ്പി വേണം എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കാപ്പിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ചോറും വാർത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഉപ്പേരി ഞാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെക്കും. പിന്നെ കറി അടുപ്പത്ത് ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉച്ചയാവാനായിട്ടുണ്ട്, 12:30 ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് അവിടെ ചോറിനെ ഒക്കെ വാർത്ത് എടുക്കുന്നത്. അങ്ങനെ ചോറൊക്കെ വാർത്ത് ഏട്ടന് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഇതാ ഞാൻ നമ്മുടെ പയറുപ്പേരിക്കുള്ള ഉരുളക്കിഴങ്ങ് മുറിച്ചിടുകയാണ് കേട്ടോ. ഇതിപ്പോൾ തേങ്ങ അരച്ചിട്ട് ഒരു കുഴമ്പ് പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ പയറുപ്പേരി. അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ അരച്ച് ചേർത്തിട്ട് ഇതുപോലെ വെച്ചാൽ ഉരുളക്കിഴങ്ങും പയറും കൂടെ അങ്ങനെ വെച്ചാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ, കടുകൊക്കെ പൊട്ടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ഇന്ന് വെക്കുന്നത്. നമ്മൾ സാധാരണ വെക്കുന്ന പയറുപ്പേരി ഇല്ല കേട്ടോ. പയർ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് കൂടെ ഇടുന്നത്. അങ്ങനെ കിഴങ്ങും മുറിച്ച് വെച്ച് ഇനിയിപ്പോൾ ഇതാ കറിക്കുള്ള തേങ്ങയൊക്കെ ചിരവി എടുക്കാം കേട്ടോ. ഉപ്പേരിക്കുള്ളതും നമ്മുടെ കുമ്പളങ്ങ പരിപ്പ് കറി വെക്കാനുള്ളതും കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് കുറേ ദിവസമായി. അതൊക്കെ കഴിക്കാൻ തോന്നിയിട്ടാണ് കേട്ടോ ഞാനിന്നിപ്പോൾ എന്തായാലും കുമ്പളങ്ങയും പരിപ്പും വെക്കാമെന്ന് വിചാരിച്ചത്. കുറേ ദിവസമായിട്ട് നമ്മുടെ അടുക്കളയിൽ ഇങ്ങനത്തെ കറികളൊക്കെ അങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ എന്തായാലും ഞാനിതാ തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുത്ത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ ചിരവലും അരക്കലൊക്കെ കഴിഞ്ഞു. എന്താ അപ്പോൾ ഉപ്പേരിക്കുള്ള കടുക് വറുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഞാൻ ഗ്യാസ് അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പുതിയ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെക്കാൻ മനസ്സും വരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടേ ഇല്ല വാങ്ങിച്ചു. പിന്നെ അടുപ്പത്ത് വെച്ചാൽ പിന്നെ ആ കരിയും പുകയൊക്കെ ആയിട്ട് അങ്ങനെ ഇതാവും. അതുകൊണ്ട് തന്നെ ഞാനിത് ഗ്യാസ് അടുപ്പിലാണ് ഉപ്പേരി താളിക്കുന്നത്. നമ്മുടെ കറി അവിടെ അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ട് ചടപടാന്ന് പൊട്ടി വരുമ്പോൾ സവാള അരിഞ്ഞത്, ഇതിപ്പോൾ ഒരു ചെറിയ സവാള എടുത്തിട്ട് ഞാൻ കറിക്കും ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഉപ്പേരിക്കും അതിലൊരു മുറിയാണ് കേട്ടോ എടുത്തത്. സവാളയ്ക്കൊക്കെ നല്ല പൊന്നിൻ്റെ വിലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് സവാള കൊണ്ട് ഇന്നത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ തീർന്നു. രാവിലെ ഒരു 2 സവാള എടുത്തുട്ടാൽ നമ്മുടെ ബിരിയാണിക്കും പിന്നെ സലാഡൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിനൊരു 2 സവാള എടുത്തു. അതുകൊണ്ട് തന്നെ നല്ല വയറ് കത്തുന്നുണ്ട് കേട്ടോ. കാരണം സവാള നമ്മൾ എന്താണോ വില കൂടുതൽ അത് എടുക്കുമ്പോൾ ഭയങ്കര ഒരു നെഞ്ച് ആളിച്ചയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഞാനിതാ കുറച്ച് സവാളയും നമ്മുടെ വലിച്ചിട്ട് വന്ന മുളകുണ്ടല്ലോ, ചീനി മുളക്, അതും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഴുകി വാരി വെച്ച നമ്മുടെ പയറും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ടിട്ട് മഞ്ഞൾ പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് സിമ്മിൽ തന്നെ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുക. വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്തിട്ട്
നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ലോണം അങ്ങോട്ട് വറ്റിക്കുക പറഞ്ഞാൽ നല്ലോണം ഡ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല, ഒരു കുഴമ്പ് പോലെ നമുക്കിങ്ങനെ എന്താണ് മസാല കറികൾ അങ്ങനെയുള്ള കുഴമ്പ് പോലത്തെ കറികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് കേട്ടോ ഈ ഒരു ഉപ്പേരി ഉണ്ടാവുക. അങ്ങനെ എടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിരിക്കില്ല. അങ്ങനെ ഉപ്പേരിക്കൊക്കെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാനിതാ കൂട്ടാനിലുള്ള തേങ്ങയൊക്കെ ചേർത്തിട്ട് അതിനിടയ്ക്ക് തന്നെ ഉപ്പും മുളകൊക്കെ ചേർത്ത് അതിൻ്റെ മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങയും കൂടെ അരച്ചത് ചേർത്ത് തിളപ്പിച്ച് കടുക് വറുത്തെടുത്താൽ മതിയിൽ. അപ്പോൾ ഞാൻ ഉപ്പേരിക്കുള്ള തേങ്ങയും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ അരച്ചിട്ട കുറച്ച് തേങ്ങ അങ്ങോട്ട് ജാറിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഉപ്പേരിക്ക് ചേർക്കാനുള്ളത്. ബാക്കിയുള്ളത് നമ്മുടെ കറിയിലേക്കും കൂടെ ചേർത്ത് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം അടച്ച് വെച്ച് ഒന്നുകൂടെ തീ കത്തിച്ച് വിടുകയാണ്. അപ്പോൾ പയറും ഉരുളക്കിഴങ്ങും കൂടെ ഉപ്പേരി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ വറ്റിച്ചെടുത്തു. ഇനിയിപ്പോൾ കൂട്ടാൻ ഗ്യാസ് അടുപ്പിൽ തന്നെ കൊണ്ടുവന്ന് കടുക് വറുത്തെടുക്കുകയാണ്. ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ കുത്തിച്ചതച്ച് കടുക് പൊട്ടിച്ച് അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഉപ്പേരി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ വെച്ച കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്ക് അതും മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അച്ചാറുണ്ട്, അതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ 1-2 വക കറികളാണെങ്കിലും നമ്മുടെ അടുക്കളയിൽ ഇതിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോൾ തന്നെ നമുക്കൊരു ഉഷാറാണ് അല്ലേ. അതൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് ആ അടുക്കളയിൽ ഇങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കാൻ നല്ല രസമാണ് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ.